വെൽക്കം ടു വൈൽഡ് മാലോ. 2024 ഓഗസ്റ്റ് 15 തീയതിയിലെ PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച പ്രധാനപ്പെട്ട GK ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യ ഗേറ്റ്. കാകതീയ വംശത്തിന്റെ തലസ്ഥാനമായിരുന്ന നഗരം ഏതാണ്? വാറങ്ങൽ. ശൃംഗേരി മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യർ. കാസിൽ ഏത് പദവുമായി ബന്ധപ്പെട്ട കളിയാണ്? ചെസ്. വൃക്കയുടെ ഘടനാപരവും ധർമ്മപരവുമായ അടിസ്ഥാന ഘടകം നെഫ്രോൺ. വൃക്കകളിലുണ്ടാകുന്ന കല്ല് രാസപരമായി എന്താണ്? കാൽസ്യം ഓക്സലേറ്റ് ആണ് വൃക്കകളിലുണ്ടാകുന്ന കല്ല്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മീഥൈൽ ആൽക്കഹോൾ. വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി. കബഡിയുടെ ജന്മനാട് ഇന്ത്യ. ശബ്ദമലിനീകരണം അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി വള്ളത്തോൾ. കാന്തശക്തി വൈദ്യുത ശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചതാര്? കാന്തശക്തി വൈദ്യുത ശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡെ. ശാന്തിവൻ ആരുടെ സമാധിസ്ഥലമാണ്? നെഹ്റു. കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജന്തു ബീവർ. ഏതു ലോഹത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്? അലുമിനിയം. ഏതു നദിയുടെ പോഷക നദികളിൽ നിന്നുമാണ് പഞ്ചാബിന് ആ പേര് ലഭിച്ചത്? സിന്ധു. ഏത് രാജ്യത്തിന്റെ വിമാന സർവീസാണ് ഗരുഡ? ഇന്തോനേഷ്യ. ഏതു വർഷമാണ് സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിച്ചത്? 1772 സംക്ഷേപ വേദാർത്ഥം പ്രസിദ്ധീകരിച്ചത്. ഏതു വർഷമാണ് ഗാന്ധിജി രക്ഷാധികാരിയായി അഖിലേന്ത്യാ ഗ്രാമീണ വ്യവസായ സംഘടന ആരംഭിച്ചത്? 1934. അവിവാഹിതനായ ഏക അമേരിക്കൻ പ്രസിഡന്റ് ആണ് ജെയിംസ് ബുക്കാനൻ. നവസാരത്തിന്റെ രാസനാമം എന്താണ്? അമോണിയം ക്ലോറൈഡ്. നവീകരണ പ്രസ്ഥാനത്തിന് തുടക്കമിട്ടത് മാർട്ടിൻ ലൂതർ. നാസിക് ഏത് നദിയുടെ തീരത്തെ പട്ടണമാണ്? ഗോദാവരി. നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻ പുറങ്ങളിൽ നന്മകളാൽ സമൃദ്ധം എന്ന വരികൾ രചിച്ചതാരാണ്? കുറ്റിപ്പുറത്ത് കേശവൻ നായർ. നാട്യശാസ്ത്രം രചിച്ചത് ഭരതമുനി. നാണയ നിർമ്മാതാക്കളുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മുഹമ്മദ് ബിൻ തുഗ്ലക്. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. നീറ്റുകക്കയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തുവാണ് കാൽസ്യം ഓക്സൈഡ്. നീലവിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യോൽപാദനം. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? കൊല്ലം. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? അസം. 100ാമത്തെ സാഹിത്യ നോബൽ ജേതാവ് ജെഎം കുഡ്സെ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ പിതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പരുന്ത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ടത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും ചൗവൻ ലായിനി. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പർവ്വത ആരോഹകനായിരുന്ന എഡ്മണ്ട് ഹിലാരി ഏത് രാജ്യക്കാരനായിരുന്നു? ന്യൂസിലാൻഡ്. പരിസ്ഥിതി സംബന്ധിച്ച ആദ്യത്തെ ഐക്യരാഷ്ട്ര ഉച്ചകോടിക്ക് വേദിയായത് സ്റ്റോക്ക്ഹോം. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത് ഏലക്കായ്. പഴശ്ശിരാജ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോട്. പഴശ്ശി രാജാവിന്റെ യഥാർത്ഥ പേര് കോട്ടയം കേരളവർമ്മ. പസഫിക്കിന്റെ കവാടം എന്നറിയപ്പെടുന്നത് പനാമ കനാൽ. പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയതാരാണ്? മഗല്ലൻ. പഹാരി ഭാഷ ഏത് സംസ്ഥാനത്താണ് ഉപയോഗിക്കുന്നത്? ഹിമാചൽ പ്രദേശ്. പാപനാശം സ്കീം ഏത് നദിയിലാണ്? താമ്രപർണി. പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ.
ആധുനിക വിനോദസഞ്ചാരത്തിന്റെ പിതാവ് തോമസ് കുക്ക്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയായ നീന്തൽതാരം സെബാസ്റ്റ്യൻ സേവ്യർ. ആന്ധ്രാപ്രദേശ് ഗവർണറായ മലയാളി പട്ടം താണുപിള്ള. പാർലമെന്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962. പാർലമെന്റ് മന്ദിരത്തിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ് AK ഗോപാലൻ. പാറ്റ ഗുളികയായി ഉപയോഗിക്കുന്നത് നാഫ്തലിനാണ്. പാറ്റ്ന നഗരത്തിന്റെ പഴയ പേര് പാടലീപുത്രം. പാണ്ഡയുടെ ജന്മദേശം ചൈന. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് എന്താണ്? ജീനുകളാണ്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലി. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ബുദ്ധമതം. പാലവംശം സ്ഥാപിച്ചത് ഗോപാലൻ. പാലിയന്റോളജി എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്? ഫോസിൽ. പാലിൽ അടങ്ങിയിരിക്കുന്ന ലാക്ടോസിനെ ദഹിപ്പിക്കാൻ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമാണ് ലാക്ടേസ്. പാലിനെ തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ് ബാക്ടീരിയ. പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്തിന്റെ സാന്നിധ്യമാണ്? കരോട്ടിൻ. പാഴ്സി മതം സ്ഥാപിച്ചത് സൊറാസ്ട്രർ ആണ്. പാഴ്സികളുടെ പുരാതന അഗ്നിക്ഷേത്രങ്ങളുള്ള ഉഡ്വാഡ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. പാവങ്ങളുടെ മത്സ്യം എന്നറിയപ്പെടുന്നത് ചാള. പാവങ്ങളുടെ താജ്മഹൽ എന്നറിയപ്പെടുന്നത് ബീബി കാ മക്ബാര. പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ കാർഗിലിൽ 1999 നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. പാകിസ്ഥാനിലെ ഏറ്റവും നീളം കൂടിയ നദി സിന്ധു. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ തുറമുഖം കറാച്ചി. പാകിസ്ഥാൻ അണുവിസ്ഫോടനം നടത്തിയ സ്ഥലം ചഗായ് കുന്നുകൾ. പാകിസ്ഥാൻ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവാരാണ്? റഹ്മത്ത് അലി. പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഖിലായത്ത് അലി ഖാൻ. പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ ദേശീയഗാനം കാമി തരാന. പാക് കടലിടുക്ക് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രം. പാചകവാതകത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ. പാവോ ക്രിസ്റ്റാറ്റ് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ്? മയിൽ. പാണിനി ഏത് നിലയിലായിരുന്നു പ്രശസ്തൻ? സംസ്കൃത വൈയാകരൺ. പിൻകാലത്ത് വഡോദരയിലേക്ക് മാറ്റിയ റെയിൽവേ സ്റ്റാഫ് കോളേജ് 1930 എവിടെയാണ് സ്ഥാപിച്ചത്? ഡെറാഡൂൺ. പുരുഷപൂരത്തിന്റെ ഇപ്പോഴത്തെ പേര് പെഷവാർ. പുരുഷന്മാരിൽ മീശ വളർത്തുന്ന ഹോർമോൺ ഏതാണ്? ടെസ്റ്റോസ്റ്റെറോൺ. പുരുഷനെ വന്ധീകരിക്കുന്ന ശസ്ത്രക്രിയയുടെ പേര് വാസക്ടമി. പുലിറ്റ്സർ പുരസ്കാരം നൽകുന്ന അമേരിക്കയിലെ സർവകലാശാല കൊളംബിയ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ മലമ്പാത പാലക്കാട് ചുരം. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസൺ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ദർ ബക്ത്. പദവിയിലിരിക്കെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ അംഗം ഡോക്ടർ AR മേനോൻ. പദാർത്ഥത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് കണ്ടൻസേറ്റ്. ഫറാക്ക ബാരേജ് ഏത് നദിയിലാണ്? ഗംഗ. ഫാസിസം എന്ന പ്രസ്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലി. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിൽ. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽ നിയമം 1909 ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപകൊണ്ട ഭാഷ സംസ്കൃതം. ഭൂമിയുടെ ഏറ്റവും സാന്ദ്രതയേറിയ ഭാഗമാണ് അകക്കാമ്പ് അഥവാ കോർ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയിയായിരുന്നു മൗണ്ട് ബാറ്റൻ പ്രഭു. ബർമുഡ ഏത് രാജ്യത്തിന്റെ ആശ്രിത പ്രദേശമാണ്? യുണൈറ്റഡ് കിങ്ഡം.
ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം. ബരാമതി സ്റ്റേഡിയം എവിടെയാണ്? കട്ടക്ക്. ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചൈന. ബഹിരാകാശത്ത് പോയ ആദ്യത്തെ മുസ്ലിം പ്രിൻസ് സുലൈമാൻ അൽ സൂദ്. ബാലചന്ദ്ര മേനോനെ ഭാരത് അവാർഡിന് അർഹനാക്കിയ ചിത്രം സമാന്തരങ്ങൾ. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ആണ്. ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര. ഭയപ്പെടുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ അഡ്രിനാലിൻ. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ നിർവഹണാധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? പ്രസിഡന്റ്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്ന കായിക വിനോദത്തിന്റെ ഇപ്പോഴത്തെ പേര് കോമൺവെൽത്ത് ഗെയിംസ്. കടൽമാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ്. ക്രിമിയൻ യുദ്ധം എപ്പോഴായിരുന്നു? 1854-56 കാലഘട്ടം. ക്രിസ്റ്റഫർ റീഫ് ജീവൻ നൽകിയ അമാനുഷിക കഥാപാത്രം സൂപ്പർമാൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ഗ്രീസിന്റെ കണ്ണ് എന്നറിയപ്പെടുന്നത് ഏതൻസ്. ഹ്രസ്വദൃഷ്ടിക്ക് പരിഹാരമായി ഉപയോഗിക്കുന്ന ലെൻസ് കോൺകേവ്. ഹ്രസ്വദൃഷ്ടിയുടെ വൈദ്യശാസ്ത്രപരമായ പേര് മയോപ്പിയ. അമേരിക്കൻ ഐക്യനാടുകളുടെ ദേശീയ ഗാനം സ്റ്റാർ സ്പാങ്കിൾഡ് ബാനർ. അമേരിക്കൻ ദേശീയ പതാകയിൽ കുറുകെയുള്ള വരകളുടെ എണ്ണം 13. അമേരിക്കൻ ദേശീയ പതാകയിലുള്ള നക്ഷത്രങ്ങളുടെ എണ്ണം 50. അമേരിക്കയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം 1790. മലേറിയയ്ക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? പ്ലാസ്മോഡിയം വൈവാക്സ്. ഇതൊരു പ്രോട്ടോസോവയാണ്. അലോപ്പതിയുടെ പിതാവ് ഹിപ്പോക്രാറ്റസ്. ആന്ധ്രാപ്രദേശിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് പോറ്റി ശ്രീരാമലു. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം കൊല്ലേരു. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ. ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി മോണ്ടിവീഡിയോ. ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം ബാഴ്സലോണ. ഇന്ത്യൻ പ്രസിഡന്റായ ഏക ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മാക്കിയവെല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ചാണക്യൻ. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യൻ മിസൈൽ പദ്ധതിയുടെ ഉപജ്ഞാതാവ് APJ അബ്ദുൽ കലാം. ഇന്ത്യൻ അണുബോംബ് പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജരാമണ്ണ. ഇന്ത്യയിലെ വജ്ര നഗരം സൂറത്ത്. ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബി. ഇന്ത്യയിലെ വിദ്യാഭ്യാസ മാധ്യമം ഇംഗ്ലീഷ് ആക്കാനുള്ള ശുപാർശ ചെയ്തത് മെക്കാളെ പ്രഭു. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം കർണാടകം. ഇന്ത്യയുടെ ബൈസൈക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന. ഏറ്റവും വലിയ സാർക്ക് രാജ്യം ഇന്ത്യ. ഏതു ലോഹത്തിന്റെ അയിരാണ് ഗലീന? ലെഡ്. ഏതു ലോഹത്തിന്റെ അയിരാണ് സിന്നാബാർ? മെർക്കുറി. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ ഉയർത്തിയത് മാഡം ബിക്കാജി ഗാമ. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ആചരിക്കുന്നത് ദേശീയോദ്ഗ്രന്ഥ ദിനം. ഇന്ത്യൻ പാർലമെന്ററി യൂണിയന്റെ ആസ്ഥാനം ജനീവ. ജനീവ. രാജ്യസഭാംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര, 19 അംഗമുണ്ട്. രാജ്യസഭാംഗമായിരിക്കെ കേരളത്തിലെ മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി AK ആന്റണി. ആദ്യത്തെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം സോയൂസ് T-11. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കി. ഏത് രോഗം നിർണയിക്കാനാണ് എലീസ ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ്. ഏത് ലോഹത്തിലാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് ടോക്കൺ കറൻസി നടപ്പിലാക്കിയത്? ചെമ്പ്. അപ്പം ഇത്രയും PSC ചോദിക്കാവുന്ന GK ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.